വെളിച്ചത്തിലേക്ക് മടങ്ങി. മായ ഒരിക്കൽ വിശ്വാസത്തിൽ ആഴമായി വേരൂന്നിയ ഒരു സ്ത്രീയായിരുന്നു. ഓരോ രാവിലെയും പ്രാർത്ഥനയോട് തുടങ്ങി, ഓരോ രാത്രിയും നന്ദിയോട് അവസാനിച്ചു. എന്നാൽ കാലങ്ങൾ കടന്നു, വേദനയും നിരാശയും അവളുടെ ജീവിതത്തിൽ നിറഞ്ഞു. അകർന്ന ബന്ധങ്ങൾ, ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനകൾ, വിശ്വസിച്ചവരിൽ നിന്നുള്ള വഞ്ചന എന്നിവ അവളുടെ ഹൃദയത്തെ കഠിനമാക്കി. പതുക്കെ അവൾ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. അവളുടെ ബൈബിളിൽ പൊടി കയറി. അവളുടെ പ്രാർത്ഥനകൾ നിശബ്ദമായി. അവളുടെ ഹൃദയം കോപത്താലും ഭയത്താലും നിറഞ്ഞു. അവൾക്ക് യഥാർത്ഥത്തിൽ തൃപ്തി നൽകാത്ത കാര്യങ്ങൾ തേടി. അവൾ ചുറ്റുമുള്ള ലോകത്തെപ്പോൾ ജീവിക്കാൻ തുടങ്ങി. അവൾ സന്തോഷവതിയായി കാണപ്പെട്ടുവെങ്കിലും ഉള്ളിൽ അവൾക്ക് നഷ്ടബോധം തോന്നി. ഒരു ഞായറാഴ്ച രാവിലെ ഒരു പഴയ പള്ളിയുടെ അരികിലൂടെ നടന്നു പോകുമ്പോൾ ഒരു പരിചിതമായ ശബ്ദം ഉച്ചത്തിൽ വായിക്കുന്നത് അവൾ കേട്ടു. ഞാനും നിന്നെ ശിക്ഷിക്കുന്നില്ല, പോകുക, ഇനി പാപം ചെയ്യരുത്. ആ വാക്കുകൾ അവളുടെ നടത്തം നിർത്തിച്ചു. പാപത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയുടെ കഥയിൽ നിന്നുള്ള വാക്കുകളായിരുന്നു അവ. എന്നിട്ടും യേശു വിധിക്ക് പകരം കരുണ വാഗ്ദാനം ചെയ്തു. അവൾ പള്ളിയിലേക്ക് കടന്നപ്പോൾ മായയുടെ കവിളുകളിൽ കണ്ണുനീർ ഒഴുകി. പാസ്റ്റർ തുടർന്നു വായിച്ചു. അപ്പോൾ യേശു അവളോട് വീണ്ടും സംസാരിച്ചു. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും ഇരുട്ടിൽ നടക്കുകയില്ല. അവന് ജീവന്റെ വെളിച്ചം ഉണ്ടാകും. ആ നിമിഷം മായ തിരിച്ചറിഞ്ഞു, അവൾ ക്രിസ്തുവിന്റെ വെളിച്ചത്തിൽ നിന്നു അകന്നുവെന്ന്, ഇരുട്ടിലാണ് ജീവിക്കുന്നതെന്ന്. എന്നാൽ യേശു അവളെ കുറ്റം വിധിക്കുകയായിരുന്നില്ല. അവൻ അവളെ തിരികെ വിളിക്കുകയായിരുന്നു. അന്ന് അവൾ പ്രാർത്ഥിച്ചു, കർത്താവേ, എനിക്ക് വീണ്ടും അങ്ങയുടെ വെളിച്ചത്തിൽ നടക്കണം. ദിവസങ്ങൾ ആഴ്ചകളായി മാറി. അവൾ വീണ്ടും പ്രാർത്ഥിക്കാനും ബൈബിൾ വായിക്കാനും അവളുടെ വിശ്വാസത്തെ പ്രോത്സാഹിപ്പിച്ചു. വിശ്വാസികളോടൊപ്പം സമയം ചെലവഴിക്കാൻ തുടങ്ങി. പതിയെ അവളുടെ ഹൃദയം മൃദുവായി. ഭയം സമാധാനമായി മാറി. കോപം ക്ഷമയായി മാറി. ഇരുട്ട് വെളിച്ചമായി മാറി. ഒരു വൈകുന്നേരം മായ തിരിച്ചു നോക്കി ചിന്തിച്ചു, ആ സ്ത്രീയെ ക്ഷമിച്ച അതേ യേശു എന്നെയും ക്ഷമിച്ചു. അവന്റെ വെളിച്ചം എന്നെ വീട്ടിലേക്ക് നയിച്ചു. പാഠം: ദൈവത്തിന്റെ കരുണയ്ക്ക് ആരും വഴിപോക്കരല്ല. ലോകം നമ്മെ ശൂന്യരാക്കാം, പക്ഷേ യേശുവിന്റെ വെളിച്ചം ഒരിക്കലും മാഞ്ഞു പോകുകയില്ല. പൂർണ്ണ ഹൃദയത്തോടെ നാം അവനിലേക്ക് മടങ്ങുമ്പോൾ അവൻ നമ്മുടെ ലജ്ജ നീക്കുകയും സമാധാനത്താൽ നമ്മെ നിറയ്ക്കുകയും ഇരുട്ടിൽ നിന്ന് നമ്മെ നയിക്കുകയും ചെയ്യുന്നു. നാം എപ്പോഴും ഓർക്കുക, യേശുവിനെ അനുഗമിക്കുക എന്നതിനർത്ഥം എല്ലാ ദിവസവും അവന്റെ വെളിച്ചത്തിൽ നടക്കുക. അവന്റെ സ്നേഹം നമ്മുടെ പഴയ കാലത്തേക്കാൾ വലുതാണെന്ന് വിശ്വസിക്കുക എന്നതാണ്. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും ഇരുട്ടിൽ നടക്കുകയില്ല. അവന് ജീവന്റെ വെളിച്ചം ഉണ്ടാകും. യോഹന്നാൻ 8-ാം അധ്യായം 12-ാം വാക്യം.